മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 33-ാം വാക്യം. യേശു തമ്പുരാൻ പത്രോസിനെ ശാസിക്കുന്ന വേദഭാഗമാണ്. തൻ്റെ ജീവിതം മരണാനുഭവങ്ങളിലൂടെ ഉത്ഥാനം ദർശനമാക്കിയുള്ളതാണെന്ന് കർത്താവ് പ്രവചിക്കുമ്പോൾ ഇവിടെ പത്രോസ് എന്ന സ്നേഹശിഷ്യൻ അവനെ തടസ്സം നിൽക്കുകയാണ്. അപ്പോൾ പത്രോസ് പറയുക, പത്രോസിനോട് ദൈവം തമ്പുരാൻ ഓർമ്മിപ്പിക്കുക, പത്രോസെ, നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. നിൻ്റെ ചിന്തയ്ക്കൊരു പ്രശ്നമുണ്ട്. നിൻ്റെ ചിന്തകൾ മാനുഷികമായ ലൈനിലാണ് പോകുന്നത്. നിൻ്റെ ചിന്തയ്ക്കൊരു ദൈവികമായ സ്പർശനക്കുറവ് ഉണ്ട് എന്ന്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ വലിയ നോമ്പിൻ്റെ നടുവിലേക്ക് നമ്മൾ വരികയാണ്. പകുതി നോമ്പിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ചിന്തകളെ ഒന്ന് സ്നാനം ചെയ്യിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. നമ്മുടെ ചിന്തയുടെ ആലോചന, നമ്മുടെ മണ്ഡലങ്ങളെയൊക്കെ ഒന്ന് ദൈവികമാക്കുന്നത് നല്ലതാണ്. മനുഷ്യർ മാനുഷികമായി ചിന്തിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുമെങ്കിലും എന്നാൽ മനുഷ്യർ ദൈവികമായി ചിന്തിക്കേണ്ട ഓർമ്മപ്പെടുത്തൽ പറയുകയാണ്. കാരണം നിന്നിലൊരു ആത്മാവുണ്ട്, നിന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട്, നീ ദൈവികമായി ചിന്തിക്കേണ്ട വ്യക്തിയാണ്. അപ്പോൾ ദൈവികമായ ചിന്തകൾ നിന്നിൽ രൂപപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് പരിശുദ്ധ നോമ്പിലൂടെ സ്വർഗം ഓർമ്മിപ്പിക്കുക. സ്നേഹമുള്ള ദൈവവേദനെ, നിൻ്റെ ചിന്ത മാനുഷികമാണോ ദൈവികമാണോ? ദൈവികമായ ചിന്തകൾക്ക് മുൻതൂക്കം നൽകാം. അനുഗ്രഹമാവട്ടെ. ആമേൻ.